ബഹുമാനമുള്ള സഹോദരങ്ങളെ, സ്നേഹിതന്മാരെ, ഒരു പുതുവർഷം ഇന്ന് നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുന്നു. അതുപോലെ മറ്റൊരു വർഷം നമ്മളിൽ നിന്ന് വിട പറയുകയും ചെയ്തിരിക്കുന്നു. ഒരു വർഷം വിട പറയുന്നു എന്ന് പറയുമ്പോൾ അതൊരു നിസ്സാര കാര്യമല്ല. 52 ആഴ്ചകളായി, 365 ദിവസങ്ങളായി, അതുപോലെ 8760 മണിക്കൂറുകളായി, 5,25,600 മിനിറ്റുകളായി, 3,15,00,000 സെക്കൻഡുകളായിട്ടാണ് ആ ഒരു വർഷം പറയാൻ വളരെ എളുപ്പമാണെങ്കിലും അതിന്റെ കണക്കിലേക്ക് കടന്നു നിൽക്കുമ്പോഴാണ് കഴിഞ്ഞുപോയ ഇന്നലകളുടെ ആ ദൈർഘ്യത്തെ കുറിച്ച് എനിക്കും നിങ്ങൾക്കും മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രവുമല്ല, കൃത്യമായി കഴിഞ്ഞ ഒരു വർഷത്തെ ഞാൻ നിങ്ങളും അറിയുന്നത് മറ്റൊന്നിന്റെയും പേരിൽ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ഒക്കെ നമ്മൾ അനുഭവിച്ച ആ ഭീകരമായ അന്തരീക്ഷങ്ങളും സാഹചര്യങ്ങളും കൃത്യമായ ഒരു വർഷത്തെ നമുക്ക് നല്ല രീതിയിൽ പരിചയപ്പെടുത്തി തന്നു എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെയാണ് ഈ വർഷത്തെ 2020 ഒരു ദുരന്ത വർഷമായി ലോകം വിശേഷിപ്പിക്കപ്പെടുന്നത്. 2020 ഒരു ദുരന്ത വർഷമായി ലോകം വിശേഷിപ്പിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ്. സഹോദരങ്ങളെ, നമുക്കറിയാം, ലോകത്ത് ആകമാനം 7,73,00,000 പേരാണ് കൊറോണ ബാധിച്ചത്. അതേപോലെ തന്നെ 7 ലക്ഷം ജനങ്ങളാണ് ലോകത്ത് ആകമാനം കൊറോണയുടെ പേരിൽ മരിച്ചത്. ഇന്ത്യയിലെയും കേരളത്തിലെയും കണക്ക് പറയാൻ കഴിഞ്ഞാൽ അതുകൊണ്ട് അതിലേക്കൊന്നും എനിക്കുന്നില്ല, കടന്നു പോകുന്നില്ല, സമയമില്ല. ഞാൻ നാമകമായി പറഞ്ഞത് അത്തരത്തിൽ വലിയ ദുരന്തങ്ങൾ സമ്മാനിച്ചിട്ടാണ് ഇത്തരത്തിലൊരു വർഷം നമ്മളിൽ നിന്ന് വിട
പോകല് മനുഷ്യനും വിഭിന്നമല്ല. മനുഷ്യനും അല്ലാഹുവിന്റെ ഈ പ്രാപഞ്ചികമായ നിയമങ്ങൾക്കും രഹസ്യങ്ങൾക്കും പിന്നിൽ തന്നെ സഞ്ചരിക്കാൻ ബാധ്യസ്ഥനാണ് എന്നാണ് പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് മനസ്സിലാക്കി തരുന്നത്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത് കാണാം, അവ്വൽ ശൈഇൻ കതബഹു അല്ലാഹു ഫിൽ ലഹ്വിൽ മഹ്ഫൂസ്. ലഹ്വുൽ മഹ്ഫൂസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി രേഖപ്പെടുത്തിയത് എന്താണെന്ന് അറിയട്ടെ? ലാ ഇലാഹ ഇല്ലാ അനാ, ആരാധനക്കർഹൻ ഞാൻ മാത്രമാണ്, മുഹമ്മദുർ റസൂലി, മുഹമ്മദ് നബി ഉണ്ടല്ലോ എന്റെ ദൂതനാണ്. മല്ലം യസിൽ ലിഖാഇ, ആര് എന്റെ വിധിയിൽ തൃപ്തിപ്പെടുന്നില്ലയോ, വലം യസ്ബിർ അലാ ബലായി, ആരെന്റെ പരീക്ഷണങ്ങളെ ശ്രമിക്കുന്നില്ലയോ, വലം യശ്കുർ അലാ നിഅമായി, ആര് എന്റെ അനുഗ്രഹത്തിന്റെ മേൽ ശുക്ർ ചെയ്യുന്നില്ലയോ, ഫൽ യൽതമിസ് ലഹു റബ്ബൻ സിവാ, അവൻ ഞാനല്ലാത്ത ഒരു റബ്ബിനെ, ഒരു രക്ഷിതാവിനെ, ഒരു സംരക്ഷകനെ അവൻ തേടിക്കൊള്ളട്ടെ. എന്നാൽ ആരാണ് എന്റെ വിധിയെ, എന്റെ തീരുമാനങ്ങളെ, എന്റെ കൽപ്പനകളെ തൃപ്തരാകുന്നത്? ആരെന്റെ പരീക്ഷണങ്ങളെ ക്ഷമിക്കുകയും ചെയ്യുന്നു. ആരവന് ചെയ്ത നന്മയുടെ മേൽ, അനുഗ്രഹങ്ങളുടെ മേൽ നന്ദി ചെയ്യുകയും ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പേര് രേഖപ്പെടുത്തുന്നത് സിദ്ദീഖീങ്ങളുടെ കൂട്ടത്തിലാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ നമുക്കറിയാം. അങ്ങ് സിദ്ദീഖാണ്. എന്തുകൊണ്ട് സിദ്ദീഖായി? അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് വളരെ കൃത്യമായി വിശ്വസിച്ചതിന്റെ പേരിൽ, മറ്റൊന്നും ആലോചിക്കാതെ ചിന്തിക്കാതെ നാഥനായ റബ്ബിനെ കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോ അബൂബക്കർ വിശ്വസിച്ചില്ലേ? ഇസ്ലാമിൽ ഉണ്ടായപ്പോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വിശ്വസിച്ചില്ലേ? അതുകൊണ്ടല്ലേ സ്വർഗ്ഗത്തിന്റെ സർവ്വകവാടങ്ങളിലൂടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ മാടി വിളിക്കപ്പെടുന്നതെന്ന് മഹാനായ ശഫീഉനാ റസൂലുള്ളാഹി. അതുകൊണ്ട് സഹോദരങ്ങളെ, കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നവൻ റബ്ബാൻ. അവന്റെ വിധി അനുകൂലമാകട്ടെ പ്രതികൂലമാകട്ടെ, എങ്ങനെയായാലും അതുകൊണ്ട് സംതൃപ്തനാകുക എന്നത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. കൊറോണയായിട്ടും മറ്റിതിലുമായിട്ടും, അല്ലെങ്കിൽ ജനിതക മാറ്റം സംഭവിച്ച വൈറസുകളായിട്ട്, അല്ലെങ്കിൽ സുനാമിയായിട്ടും മറ്റേതെങ്കിലും പേരുകളിലൊക്കെ ഒരു തരത്തിലല്ല മറ്റൊരു തരത്തിലുള്ള പരീക്ഷകളെങ്കിലും കടന്നു വരുമ്പോ ആ പരീക്ഷകളുടെ റബ്ബാൻ അവന്റെ ദർബാറിൽ തീരുമാനിച്ചതാണ്, അവനത് നിശ്ചയിച്ചതാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന്റെ പേരിൽ ശ്രമിക്കാൻ ആർക്ക് കഴിഞ്ഞോ അവനാണ് റബ്ബിനെ റബ്ബായി അംഗീകരിച്ചവൻ. അതേപോലെ ഒന്നിൽ പറയുന്നതായി അനുഗ്രഹങ്ങൾ വന്നെത്തുമ്പോ, അത് കുടുംബത്തിലാകട്ടെ, ബിസിനസ്സിലാകട്ടെ, സാമ്പത്തികമാകട്ടെ, അങ്ങനെ വന്നെത്തുമ്പോ ആ നന്മകളുടെ പേരിൽ അല്ലാഹുവിനെ സ്തുതിക്കുക എന്നത് ഒരു വിശ്വാസിയുടെ ധർമ്മമായിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. സഹോദരങ്ങളെ, സമയമായി ഞാൻ അവസാനിപ്പിക്കട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കാൻ മനുഷ്യൻ ബാധ്യസ്ഥനാകുമ്പോ അതോടൊപ്പം ഞാൻ നിങ്ങൾ ചിന്തിക്കേണ്ട മറ്റൊരു വിഷയമാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ, പരീക്ഷകൾ, പ്രയാസങ്ങൾ, വിഷമങ്ങൾ, അത് പല പേരുകളായി, പല നാമങ്ങളായി, പല രൂപത്തിലും കോലത്തിലുമായി നമ്മളിലേക്ക് കടന്നു വരുമ്പോ അതിന്റെ കാരണക്കാർ ഞാൻ നിങ്ങളുമാണ് എന്ന് ചിന്തിക്കാനുള്ള ഒരു ബാധ്യതയും നമുക്ക് നൽകിയിട്ടുള്ളത് ഞാൻ വിശദീകരിക്കുന്നില്ല. അതിനൊരു അവസരമാണ് 2020 വിട വന്നിട്ട് ന്യൂഇയറിന്റെ പുതുവർഷത്തിലേക്ക് 2021 വളരെ പ്രതീക്ഷയോടെ, ആവേശത്തോടെ, ആഗ്രഹത്തോടെ കാലെടുത്ത് വയ്ക്കുന്ന വിശ്വാസികളെ, കച്ചവടക്കാരന്റെ മനസ്സോട് ഇന്നലെ കൃത്യമായി കണക്കുകൂട്ടിയിട്ട് അതിനുള്ള നിയമരാജയങ്ങളുടെ ഘട്ടഘട്ടങ്ങളെ വിലയിരുത്തിയിട്ട് നാഥനുമായി അടുക്കുവാൻ അവന്റെ തീരുമാനത്തെ, അവന്റെ അനുഗ്രഹീയമായ വിധികളെ മനസ്സാ വാചാ കർമ്മണ ഏറ്റെടുക്കാൻ ഒരു വിശ്വാസി തയ്യാറാകണം. അതാണ് നമുക്ക് ഈ വീഡിയോ നൽകുന്ന ഏറ്റവും വലിയൊരു സന്ദേശം. ദുരന്തവർഷം എന്ന് പറയുമ്പോ പരിചയപ്പെടുമ്പോ ലോകം ഗണിക്കുമ്പോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുരന്തമാകുന്നത് എനിക്കൊരു വർഷത്തിൽ അവിടെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അതാണ് ദുരന്തം. മഹാനായ മസൂദ് റളിയല്ലാഹു
റസൂലിക സയ്യിദിനാ മുഹമ്മദ്. യാ അല്ലാഹ് തമ്പുരാനെ ഞങ്ങളൊരു പുതുവർഷം മുഴുവനിലേക്ക് ഇതാ രംഗപ്രവേശനം ചെയ്തിരിക്കുകയാ റബ്ബേ. അതും ശ്രേഷ്ഠമായ യൗമുൽ ദിവസത്തിലാണല്ലോ അല്ലാഹ്. വിശ്വാസിക്ക് പ്രതീക്ഷ നൽകുന്ന ദിവസം യൗമുൽ ജുമയാണല്ലോ റബ്ബേ. അതുകൊണ്ട് ആ സ്വീകാര്യമായ യോഗ്യമായ പ്രാർത്ഥനയെ വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിവെച്ചതല്ലോ റബ്ബേ. അല്ലാഹുവിന്റെ തലത്തിൽ ഒരു പുതുവർഷം കടന്നു വരുമ്പോ ഞങ്ങളുടെ പള്ളികളിലേക്കും 10 മാസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ അതിനപ്പുറത്തിന് ശേഷം വൃദ്ധരായ പ്രായത്തിൽ നിന്ന് 65 വയസ്സൊക്കെ പിന്നിട്ട് പോയതിന്റെ പേരിൽ അല്ലാഹുവേ ആരാധനാലയങ്ങൾ തടയപ്പെട്ടുപോയ ഞങ്ങളൊപ്പം മാറി അതിൻ്റെതായി പള്ളികളിലേക്ക് കടന്നു വന്നിട്ട് അല്ലാഹുവേ മുൻനിരകളിൽ ഇരിക്കുമ്പോ ഞങ്ങളുടെ മനസ്സുകൾ അല്ലാഹുവേ സന്തോഷത്തിന്റെ സുഖമാണല്ലോ അല്ലാഹ്. അതിൽ പ്രത്യാശയുടെ അവസരമായി ഞങ്ങൾ കാണുന്നുണ്ട്. ഇതുപോലെ ഈ വർഷം മുഴുവൻ ഞങ്ങൾക്ക് പ്രത്യാശയും സന്തോഷവും സമാധാനവും നൽകുന്നതാക്കണമല്ല. അല്ലാഹുവേ കുടുംബപരമായി സാമ്പത്തികമായി സാമൂഹികമായി വിശിഷ്യായിരിക്കുന്ന മുസ്ലിം വിഭാഗം എന്ന നിലയിൽ അല്ലാഹുവേ ഈ സമൂഹം അനുഭവിക്കുന്ന വേദനകൾ യാതനകൾ ഒക്കെ നീ അറിയുന്നവനാണല്ലോ അല്ലാഹ്. മാറ്റിവെച്ച പലതും എടുക്കുമെന്ന് പറഞ്ഞപ്പോ പുതിയ പുതിയ രൂപത്തിൽ വൈറസുകൾ നീ ഇങ്ങനെ രൂപാന്തരപ്പെടുത്തുന്നവനാണല്ലോ റബ്ബേ. അതൊക്കെ മനസ്സിലാക്കിയിട്ട് അധികാരികൾക്ക് നന്നാകാനും ചിന്തിക്കാൻ പിന്തിരിയാനുള്ള അവസരം നീ നൽകണമല്ലോ. പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോ പുതിയ പുതിയ പ്രതിജ്ഞയോടെ അല്ലാഹുവേ പുതിയ പുതിയ പ്രതിജ്ഞയോടെ കടക്കാൻ നീ ഭാഗ്യം തരണമല്ലോ. അസൂഹായ ഭൂമിയിലൂടെ നന്മയുടെ വാഗ്ദാക്കളായി മാറാൻ നീ ഭാഗ്യം നൽകണേ റഹ്മാനേ. അല്ലാഹുവേ രോഗികളായ പലരുമുണ്ട് റബ്ബേ ഹോസ്പിറ്റലിൽ റഹ്മാനേ. അല്ലാഹുവേ അവർക്ക് നീ സലാമത്ത് നൽകണേ അല്ലാഹ്. അവരെ കൈകാലുകൾക്ക് ശേഷിയും നൽകണേ റബ്ബേ. ഞങ്ങളൊപ്പമാർ സഹോദരങ്ങൾ ബന്ധുപ്രാണികൾ പലരും ലോകാവസ്ഥയിലാണ് റഹ്മാനേ. നീ കൈകഴിയല്ല സാഫിയാറബ്ബേ കാഫിയാല്ല നീ സലാമത്ത് നൽകണേ റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളെ നീ കഷ്ടപ്പെടുത്തല്ലേ അല്ലാഹ്. ലോകത്തിന്റെ പേരിൽ സ്ഥിതിച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലേക്ക് പ്രയാസങ്ങളിലേക്ക് എത്തുന്ന അവസ്ഥ നീ വരുത്തല്ല അല്ലാഹ്. അല്ലാഹുവേ നീ സലാമത്ത് നൽകണേ റഹ്മാനേ. അങ്ങനെ ഒരുപാട് പേരുണ്ട് റബ്ബേ. ഞങ്ങളുടെ പള്ളികളത്തിൽ വിഭാഗപ്പെട്ടിരിക്കുന്നത് കൊറോണ ബാധിച്ച് മരിച്ചത് ഏവരെയും നീ അറിയുന്നവനാണല്ലോ അല്ലാഹ്. കഴിഞ്ഞ ദുരന്ത വർഷം എന്ന് പരിചയപ്പെടുത്തുമ്പോ ആ ദുരന്തങ്ങൾ അല്ലാഹുവേ നിങ്ങളുടെ കണ്ണിൽ ഇങ്ങനെ ഒഴുകി ഒഴുകി എത്തുകയാറേ പ്രത്യക്ഷപ്പെടുകയാ ഒരിക്കൽ അവസരമല്ലല്ലോ റഹ്മാനേ. അതൊക്കെ നീ അറിയുന്നവനാ റഹ്മാനേ. അല്ലാഹുവേ പൂർവ്വതരത്തരുടെ അല്ലാഹ് സമാധാനം നൽകണേ അല്ലാഹ്. മറന്നുപോയവർക്ക് നീ ഉന്നതമായ പ്രതിഫലം നൽകണേ റഹ്മാനേ. നീ മുന്നിറക്കാക്കണേ റബ്ബേ. ജമാഅത്തിനെ സേവനം ചെയ്യുന്നവരെ പരിവാര സമിതി അംഗങ്ങളെയൊക്കെ കബൂലാക്കണേ റഹ്മാനേ. ജമാഅത്തിന് വേണ്ടി എല്ലാത്തിനും സഹായിക്കുന്ന ഒരാളെയും നീ പാഴാക്കാൻ റബ്ബേ. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. നമ്മുടെ ജമാഅത്തിന് ഐക്യം തരണേ റഹ്മാനേ. സൗഹാർദ്ദം തരണേ റഹ്മാനേ. സ്നേഹബന്ധങ്ങളൊക്കെ നിലനിർത്തി തരണേ അല്ലാഹ്. ആമീൻ റഹ്മത്തിക യാ അർഹമർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الجمعة
السلام عليكم ورحمة الله وبركاته. الحمد لله الذي لم يزل ولا يزال حيا قيوما علما قديرا مدبرا سميعا بصيرا ونشهد ان لا اله الا الله وحده لا شريك له الملك وله الحمد ويكبره تكبيرا ونشهد أن سيدنا ونبينا ومولانا محمدا عبده ورسوله الذي أرسل إلى الناس كافة بشيرا ونذيرا صلى الله على سيدنا محمد وعلى آله وأصحابه وأزواجه وذرياته وسلم تسليما كثيرا أما بعد فيا أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله. أيها الناس إن لكم معالم فانتهوا إلى معالمكم فإن لكم نهاية فانتهوا إلى نهايتكم فإن العبد المؤمن بين مخافتين بين أجل قد مضى لا يدري ما الله قائم به فليتزود العبد من نفسه لنفسه ومن حياته لموته ومن شبابه
الجنة أم النار. اللهم اجعلنا من المتقين الآمنين ولا تجعلنا من الخاسرين. كلام الله الواحد القهار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا سألك عبادي أني فإني قريب أجيب دعوة الداع إذا دعان فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. بارك الله لنا ولكم في القرآن العظيم ونفعنا وإياكم بالآيات والذكر الحكيم وعصمنا وإياكم برحمته من الشيطان الرجيم. إنه تعالى جواد كريم ملك الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. الحمد لله الكريم المعبود وأشهد أن لا إله إلا الله الرحيم المحمود وأشهد أن محمدا عبده ورسوله وأشرف مولود. صلى الله على سيدنا محمد وعلى آله ما سبح ملكه في صدود. أيها الناس اتقوا الله حق تقاته وبادروا إلى أداء مفترضاته واعلموا أن الله سبحانه وتعالى أمركم بأمر بدأ فيه بنفسه وثنى بملائكته المسبحة بقدسه وغير بالمؤمنين من بنيته. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم على رسولك سيدنا محمد الذي سبح في يده العصا ونبر من بين أصابعه الماء. اللهم لا نسأل بخلفاء الراشدين وأفضل الأمراء المرشدين وهو الإمام الشفيق أمير المؤمنين أبو بكر الصديق. اللهم بارك الإمام المهدي في الأصحاب أمير المؤمنين عمر بن الخطاب. اللهم بارك سيد الأختان أمير المؤمنين عثمان بن عفان. اللهم بارك مظهر الأجائب أمير المؤمنين علي بن أبي طالب رضي الله تعالى عنهم. اللهم بارك بين نبيك حمزة والعباس وعن بقية أصحاب رسولك أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب وثراهم واجعل الجنة مأواهم. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم لا تشر خلقنا بالنار ولا تجعلنا من خلق النار فإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. الله أكبر الله أكبر أشهد أن لا إله إلا الله وأشهد أن محمدا رسول الله. حي على الصلاة حي على الفلاح قد قامت الصلاة
قد قامت الصلاة الله أكبر الله أكبر لا إله إلا الله. الله أكبر. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. فإذا قضيت الصلاة فانتشروا في الأرض وابتغوا من فضل الله واذكروا الله كثيرا لعلكم تفلحون. وإذا رأوا تجارة أو لهوا انفضوا إليها وتركوك قائما قل ما عند الله خير من اللهو ومن التجارة والله خير الرازقين. الله أكبر. سمع الله لمن حمده. الله أكبر. الله أكبر. الله أكبر. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تلهكم أموالكم ولا أولادكم عن ذكر الله ومن يفعل ذلك فأولئك هم الخاسرون. فأنفقوا مما
رزقناكم من قبل أن يأتي أحدكم الموت فيقول رب لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين ولن يؤخر الله نفسا إذا جاء أجلها والله خبير بما تعملون. الله أكبر. سمع الله لمن حمده. السلام عليكم ورحمة الله. السلام عليكم ورحمة الله.